Guys, this is day 7 of my freelancing journey. സോ ഇന്നത്തെ ദിവസം ശരിക്കും ഫസ്റ്റ് ഇപ്പം 1 വീക്ക് കഴിഞ്ഞു ഫ്രീലാൻസിങ് ജേർണിയുടെ. അപ്പം ശരിക്കും എൻ്റെ ഒരു 1 വീക്ക് പ്ലാനിൽ ഇന്നത്തോടു കൂടി ആ ഒരു ലേണിംഗ് ഫേസ് കഴിയേണ്ടതാണ്. അതായത് ആ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, അതിന് ശേഷം പിന്നെന്താണ് ക്യാൻവയിൽ എഡിറ്റ് ലൈക്ക് ഡിസൈനിങ് പഠിക്കണം, അതിനുശേഷം കോപ്പി റൈറ്റിംഗ് പഠിക്കണം, അതിന് ശേഷം ഗൂഗിൾ അനലിറ്റിക്സ് പഠിക്കണം, പിന്നെന്തായിരുന്നു അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ വീക്ക് 1 ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ എനിക്കറിയാം കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഫുൾ പ്രൊഡക്ടിവിറ്റി പുറത്താക്കാനും ലൈക്ക് ഒരു ഇവൻറ്റിന് പോകേണ്ടതാണ്. ഞാൻ ഫുൾ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ഡേയ്സ് ലാഗ് ഉണ്ടാവും. ഉണ്ടാക്കിയായാലും ഞാൻ ഇനിയും ലൈക്ക് കുറച്ചുകൂടെ, അതായത് ഇപ്പം ഇന്ന് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു മൊമെൻറ്റിനനുസരിച്ച് ക്യാച്ചപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമയം ലൈക്ക് ഈ ഫ്രീലാൻസിങ്ങിന് ഞാൻ എന്താ പറയുക യൂസ് ചെയ്യും. സോ ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ ദിവസം ഞാൻ ഓർത്തു ഇങ്ങനെ മൈൻഡിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഓർത്തു. അപ്പം ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ചാറ്റ് ജിപിടി വെച്ച് ലൈക്ക് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗോൾ സെറ്റിംഗ്. സോ ഈ 2 വിഷയത്തെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ ഓർത്തു. സോ ഞാൻ ഹോണസ്റ്റായിട്ട് പറയാം, ഞാൻ ലൈക്ക് ഇപ്പോഴും ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഞാൻ ഹൈലി പ്രൊഡക്റ്റീവായിട്ടുള്ള പേഴ്സണാണ്. സോ ഇന്ന് തന്നെ ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് പോലും ഞാൻ കുറേ സമയം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ പറയാം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട്. ലൈക്ക് ഓൾറെഡി ഒരു മോർണിംഗ് റുട്ടീൻ ബിൽഡ് ചെയ്തു, കഴിഞ്ഞ ഒരു പ്രൊജക്റ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു മോർണിംഗ് റുട്ടീൻ ബിൽഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് ഉടനെ അതായത് ആ ഒരു കുറച്ച് ടൈം ഞാൻ പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഒരു ബെഡ് മടക്കി വെക്കാനുള്ളതാണ്. ലൈക്ക് മേക്ക് യുവർ ബെഡ് എന്ന് പറയുന്നൊരു ബുക്ക് കാണുന്നത് എനിക്കൊന്നും അല്ല, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, ഞാൻ ഒരു വീഡിയോ കാണുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഹാബിറ്റ് ഒരു വളരെ മികച്ചൊരു ഹാബിറ്റാണ്. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ മോർണിംഗ് റുട്ടീൻ തന്നെ സെറ്റാകും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു ബെഡ് വിരിക്കും. അതായത് ഇപ്പം തലങ്ങണിയും പുതപ്പൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാവും. അതിനുശേഷം ലൈക്ക് ടോയ്ലറ്റിൽ പോകും, പിന്നെ ബ്രഷ് ചെയ്യും. അതിനുശേഷം നേരെ വന്നാൽ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാക്സിമം ഞാൻ അവിടെ വെള്ളം പിടിച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും രാവിലെ എഴുന്നേറ്റാൽ തന്നെ. അതിനുശേഷം പിന്നെ ഞാൻ ഡയറക്റ്റായിട്ട് മെഡിറ്റേഷൻ, റീഡിങ് ആൻഡ് ജേർണലിങ്, ഇത് 3 ഒരു ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യും. ഹാബിറ്റ് സ്റ്റാക്കിനെ പറ്റി ഞാൻ ലേറ്റർ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ അതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ കോളേജുള്ള സമയത്ത് എനിക്ക് കുളിക്കും. സോ ഇതൊരു എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പം ആ മോർണിംഗ് റുട്ടീനാണ് ഞാൻ എനിക്കൊന്ന് മാക്സിമം ഞാൻ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇന്നായാലും തന്നെ ഞാൻ ഈ ഇത്ര ഹാബിറ്റ്സ് ഞാൻ ബിൽഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 40-50 ദിവസം ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിതൊരു ഇപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ ലൈക്ക് പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു എൻ്റയർ ഡേ പ്രൊഡക്റ്റീവ് ആകാൻ ഇപ്പോൾ ഇതുവരെ എന്നെക്കൊണ്ട് പറ്റിയില്ല, ബട്ട് ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട്. സോ ഞാൻ എങ്ങനെ എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇപ്പം അൽഹംദുലില്ലാഹ് നല്ല പ്രൊഡക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഈവനിങ് റുട്ടീനായാലും നൈറ്റ് റുട്ടീനായാലും ഇതെല്ലാം എനിക്ക് പ്രൊഡക്ടിവിറ്റി ആക്കണം. ലൈക്ക് മാക്സിമം ഔട്ട്പുട്ട് ഇത്രയും സമയം കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് തീർക്കണം. അത് വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആകാൻ പാടില്ല. ആ ഉദ്ദേശത്തോടുകൂടി ഞാൻ പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ ലൈക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ നിർത്തത്. സോ നിങ്ങൾ ഇതുവരെ പ്രൊഡക്റ്റീവ് ആകാത്ത ആളാണെങ്കിൽ ഫസ്റ്റ് ടിപ്പ് പറയുന്നത് നിങ്ങളുടെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് അതായത് നിങ്ങളൊരു ക്വാഡ്രൻ്റ് വരയ്ക്കണം. ലൈക്ക് എനിക്ക് വരച്ച് കാണിക്കാറില്ല. ലൈക്ക് നിങ്ങളൊരു 4 സെഗ്മെൻ്റ് ആക്കണം. ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ അർജൻറ്റ് അല്ല, അതിനെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനത്തെ ടാസ്കുകൾ ഫസ്റ്റ് ടാസ്ക് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായിട്ടുള്ള ടാസ്കുകൾക്കാണ്. പിന്നെ നിങ്ങൾ ലൈക്ക് എന്താ പറയുക ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റും എന്നാൽ അർജൻറ്റും അല്ലാത്ത ടാസ്കുകളുണ്ട്, അതിന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം സെക്കൻഡായിട്ട്. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് അർജൻറ്റ് ആണ് എന്നാൽ ഇമ്പോർട്ടൻ്റ് അല്ല, അർജൻറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ല, ഇങ്ങനത്തെ ടാസ്കുകളുണ്ട്. സോ ഇങ്ങനത്തെ ടാസ്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യിപ്പിക്കാം, അതായത് വെച്ച് താമസിപ്പിക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റും അല്ല അതുപോലെ തന്നെ അർജൻറ്റും അല്ലാത്ത ടാസ്കുകളുണ്ട്. സോ ഇങ്ങനത്തെ ടാസ്കുകൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ടാസ്കുകളെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്കിപ്പം റെക്കോർഡ് എഴുതണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അസൈൻമെൻറ്റ് എഴുതണം. സോ അപ്പോൾ ഞാൻ ആ ഒരു ഇപ്പം കോളേജിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കണം. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായിട്ടുള്ള ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ആനിമേ കാണും, എനിക്കത് ഇമ്പോർട്ടൻറ്റും അല്ല അർജൻറ്റും അല്ല. സോ അതിനെ ഒന്നെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡെലിഗേറ്റ് ചെയ്യുക, ലൈക്ക് താമസിപ്പിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കുകളെ ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുക. പിന്നുള്ളത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ, അതിലൊന്ന് എല്ലാവരും ഫേമസ് ആയിട്ടുള്ളതാണ് പൊമോഡോറോ ടെക്നിക്സ്. സോ പൊമോഡോറോ ലൈക്ക് ഞാൻ റിപ്പീറ്റിന് പഠിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ ഈ പൊമോഡോറോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര പ്രൊഡക്റ്റീവ് ആയിട്ടില്ല. ശരിക്കും പൊമോഡോറോ പറയുന്നത് 25 മിനിറ്റ് ഫോക്കസ് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് ചെയ്യുക. ഞാനിപ്പം ഈ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊരു 25 മിനിറ്റ് കൂടുതൽ എനിക്കൊന്ന് ഫോക്കസ് എനിക്കൊരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour വരെ ഞാൻ ലൈക്ക് ഫുൾ ഫോക്കസ് കൊടുത്ത് എനിക്ക് പേഴ്സണലി ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക് എടുത്തുള്ള കുഴപ്പം പിന്നെ ബ്രേക്ക് എടുത്തങ്ങ് പോകും, പിന്നെ തിരിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പൊമോഡോറോ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം ചിലവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ ഉള്ളത് ടൈം ബ്ലോക്കിംഗ് ആണ്. അതായത്
ടൈമിനെ സ്പെസിഫിക്, അതായത് സ്പെസിഫിക് ടാസ്കുകൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, രാവിലെ എന്നിട്ട് ഇന്ന ടാസ്കുകൾ ചെയ്യാനാണ് ഞാൻ രാവിലെ സമയം ഉപയോഗിക്കുക. അപ്പം വൈകുന്നേരം എന്ന് പറയുന്നത് എനിക്ക് ജിമ്മിൽ പോകുന്ന സമയമാണ്. അപ്പം ആ ടാസ്ക്, ജിമ്മിൽ പോകുന്ന ടാസ്ക് ആ ടൈമിൽ വൈകുന്നേരം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കും. അതുപോലെ തന്നെ ഒരു ഈവനിങ്, അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് ഫ്രീലാൻസിങ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള സമയമായിരിക്കും. സോ ഓരോ ടാസ്കിനും ഇന്ന ടൈം സ്പെസിഫിക് ചെയ്ത് വെക്കുക. അപ്പം അതിനെയാണ് ടൈം ബ്ലോക്കിംഗ് ടെക്നിക്സ് എന്ന് പറയാം. പിന്നെ ഡീപ്പ് വർക്ക് എന്ന് പറയും. ഡീപ്പ് വർക്ക് കോൺസെപ്റ്റ് ഞാൻ ഇപ്പം കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് ലൈക്ക് എന്താ പറയുക ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം എഫക്റ്റീവ് ആകുന്ന സംഭവം ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് പഠിക്കുവാണ്. അപ്പം എൻ്റെ ഒരു 1 hour ഞാൻ മാറ്റിക്കുക. ആ 1 hour ഞാൻ വേറെ ഒന്നും ഫോക്കസ് ചെയ്യില്ല. അപ്പം ഫുൾ ഫോക്കസും ഈ ഒരു ലൈക്ക് എന്താ പറയുക ഈ ഒരു ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു 1 hour ഫുൾ ഫോക്കസും ഞാൻ ആ ഒരു മാർക്കറ്റിങ്ങിനെ ലൈക്ക് ആ ഒരു ടാസ്കിനെ പ്രയോറിറ്റി കൊടുക്കത്തുള്ളൂ. വേറെ എന്ത് ഡിസ്ട്രാക്ട്, ഇപ്പം വെള്ളം കുടിക്കാൻ പോലും ഞാൻ പോകത്തില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ ആദ്യം എടുത്ത് വെക്കുക. ഇപ്പം ലൈക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബാത്റൂമിൽ പോയിട്ട് വരിക. ആ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫോക്കസും ആ ഒരു ടാസ്കിൽ മാത്രമായിരിക്കണം. സോ ഡീപ്പ് വർക്ക് ഈസ് വെരി ഗുഡ്. പിന്നെ നിങ്ങൾ പ്രൊഡക്ടിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്ടിവിറ്റി ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങുക. ലൈക്ക് നോഷൻ, അതുപോലെ തന്നെ ട്രെല്ലോ, ഇങ്ങനത്തെ കുറേ ആപ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോഷൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ലാപ്പിൽ എന്താ പറ്റുന്നത്, ലൈക്ക് നോഷൻ വർക്കാണില്ല. സോ നോഷൻ യൂസ് ചെയ്ത് ഞാൻ മറ്റേ വീക്ക്ലി ലിസ്റ്റും അതുപോലെ തന്നെ ഡെയിലി ടു ഡു ലിസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് നോഷൻ വളരെ ഉപകാരപ്പെട്ടു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേർക്ക് നോഷൻ ഉപയോഗിച്ചവരുടെ ടൈം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നവരുണ്ട്. സോ എനിക്ക് നോഷൻ അങ്ങനെ അത്ര അടിപൊളിയായിട്ട് തോന്നില്ല, എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് എ ഗുഡ് ആപ്പ്. പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻ, ലൈക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള സാധനം ഡിസ്ട്രാക്ഷൻ എന്തായാലും വരും. സോ ഒന്നാമത്തെ കാര്യം, ലൈക്ക് ഇപ്പം നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഫോൺ ഒരു അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുക. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ. ഇപ്പോൾ നിങ്ങൾ ഫോണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പം ചെയ്തേക്കുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യാം. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ്, ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കാണാറില്ല. ലൈക്ക് ഈ ഷോർട്ട് ഫോം കോണ്ടന്റുകളുണ്ടല്ലോ, ലോങ് ഫോം കോണ്ടന്റിനെ പോലെ അല്ല ഈ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ. ഈ ഷോർട്ട് ഫോം കോണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് വൺസ് നമ്മളൊരു കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻലെസ് നമുക്ക് പോലും അറിയില്ല, അത് ആർക്കും പറ്റൂല. അത് ലോകത്ത് ഏറ്റവും പ്രൊഡക്റ്റീവ് പേഴ്സൺ പോലും ഈ ഒരു ഷോർട്ട് ഫോം കോണ്ടന്റ് ലൈക്ക് ഒരു ടൈം ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. സോ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കാൻ നോക്കുക. ഇപ്പം ഞാൻ മാക്സിമം ചെയ്യുന്ന അതാണ്. അല്ലെങ്കിൽ ഈ എൻ്റെ ഇപ്പം ഫീഡിലൊക്കെ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ വരുന്നത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വരുന്നത് തന്നെ ഈ മോട്ടിവേഷൻ റീൽസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്നാൽ പോയി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ആ ഒരു മോട്ടിവേഷൻ ട്രാപ്പിംഗ് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും എന്ന് പറയാം. സോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ, വാട്സപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, FB എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. സോ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ആക്കി വെക്കുക. പറ്റുമെങ്കിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുക. ലൈക്ക് യു വിൽ ഗെറ്റ് മോർ ടൈം. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആദ്യം വിട്ടപ്പം പിന്നെ യൂട്യൂബ് ഷോർട്സ് ആയിരുന്നു. പിന്നെ യൂട്യൂബും ഡിലീറ്റ് ചെയ്തു ഫോണിൽ നിന്ന്. പിന്നെ യൂട്യൂബ് അതങ്ങനെ ഈ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ ഞാൻ ലൈക്ക് എലിമിനേറ്റ് ചെയ്ത്. ബട്ട് നിങ്ങളിപ്പം ശ്രദ്ധിച്ചാൽ മതി, എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ലാപ്പിൽ നമ്മൾ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ അധികം കാണില്ല. നമ്മൾ ഞാൻ ഒരു 10 മിനിറ്റ് ഒക്കെ ഇപ്പം ഇൻസ്റ്റാ ലാപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് തന്നെ മടുക്കും ഫീൽ ചെയ്യും. പക്ഷേ ആ ഫോണിൽ അങ്ങനെ മടുക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറയാം യൂട്യൂബ്, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ലാപ്ടോപ്പിൽ ഞാനൊരു എക്സ്റ്റൻഷൻ, ഒരു യൂട്യൂബ് ഷോർട്സ് ബ്ലോഗ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം എൻ്റെ ലൈഫിൽ ഞാൻ ഈ റീൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഷോർട്സ് കണ്ടന്റുകൾ മാക്സിമം ഞാൻ എലിമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടൈം കിട്ടി. സോ ആ ടൈമാണ് ഞാൻ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റുക. പിന്നെ ആദ്യമൊക്കെ ആ സമയം ഞാൻ കുറേ ആനിമയും സിനിമയും സീരീസും ഒക്കെ കണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നും ഇപ്പം ഡെയിലി ഞാനിപ്പം ആനിമ കാണാൻ ഒരു റൂൾ വെച്ചു. ഞാൻ ഇപ്പം 1 hour ഡീപ്പ് വർക്ക് ചെയ്താൽ ഒരു ആനിമ എപ്പിസോഡ് കാണാം. ലൈക്ക് അങ്ങനെ ആക്കി വെച്ചു. അത് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാക്സിമം ടൈം പ്രൊഡക്റ്റീവ് ആകാൻ പറ്റത്തുള്ളൂ. സോ ഗോൾ സെറ്റിങ്ങിനെ പറ്റി ഇന്ന് വീഡിയോ ഉണ്ടോന്നുണ്ട്. സോ നാളത്തെ നെക്സ്റ്റ് വീക്ക് ലൈക്ക് നാളത്തെ വീഡിയോ ഗോൾ സെറ്റിങ്ങിനെ പറ്റി ആക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം 9 മിനിറ്റ് ആയി. സോ ഇത്രയും തന്നെ പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ ഞാൻ പറ്റി പറഞ്ഞു. ഹാബിറ്റ് സ്റ്റാക്കിങ് എന്തായാലും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. അതായത് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഹാബിറ്റ് ചെയ്ത് അതിൻ്റെ അഡീഷണൽ ആയിട്ട് വേറൊരു ഹാബിറ്റ് കൂടെ ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ല, ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് അടുപ്പിച്ച് 3 ഹാബിറ്റാണ് സ്റ്റാക്ക് ചെയ്യുന്നത്. അതായത് രാവിലെ എഴുന്നേക്ക് മെഡിറ്റേറ്റ് ചെയ്ത് ഉടനെ തന്നെ ഞാൻ ബുക്ക് വായിക്കും. അതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ജേർണൽ ചെയ്യും. സോ ഈ 3 ഹാബിറ്റ്സ് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ലൈക്ക് അത്രയും ടൈം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീലും കിട്ടും. സോ അന്നത്തെ ദിവസം എനിക്ക് എന്താ പറയുക കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനുള്ള ഒരു ഇത് കിട്ടും, എന്താണെന്ന് പറയുക, ഒരു ഊർജ്ജം കിട്ടും. സോ ഹാബിറ്റ് സ്റ്റാക്കിംഗ് മാക്സിമം ലൈക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആക്കാൻ പറ്റിയൊരു സംഭവമാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. മൾട്ടി ടാസ്കിങ് ചെയ്യുവാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ലൈക്ക് ഒരു കാര്യത്തിൽ ലൈക്ക് ഈ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓൺ വൺ തിങ്. ഇപ്പോൾ ഒരു ടാസ്ക് ഇപ്പം ഞാൻ ജേർണലിംഗ് ചെയ്യണമെങ്കിൽ ജേർണലിംഗ് മാത്രം ചെയ്യുക. അതിനിടയിൽ പോയി യൂട്യൂബ് കാണാനോ അല്ലെങ്കിൽ വേറെ മെഡിറ്റേറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ ഒന്നും നിൽക്കാൻ പാടില്ല. സോ
ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സോ ദിസ് മച്ച് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ ബൈ ബൈ.